അവരുടെ ഈ ദുനിയാവിൽ എന്തു വന്നാലും ആ സമയത്തൊക്കെ നമ്മുടെ പ്രതീക്ഷേരാ. ആ പ്രതീക്ഷയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ദുനിയാവിലേക്ക് നഷ്ടപ്പെട്ടു പോയാൽ നാളെ പരലോകത്ത് പണത്തിറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ അതിനേക്കാൾ വലുത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുള്ളപ്പോഴല്ലേ മലപ്പുറം ജില്ലയിൽ വാഹനാപകടങ്ങളിലെ കല്യാണപ്പാട്ട് സംഭരിച്ച വാഹനം പോയി വാഹനാപകടങ്ങളിൽ 12 പേരും മരിക്കുമ്പോ പട്ടിക്കാട് കേരളത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ ഭൗതിക സമന്വയ അക്ഷര വിദ്യാഭ്യാസത്തിന്റെ ഒരേ ഒരു വാക്കായ പട്ടിക്കാട് ജാമിയാനൂരിയ ജനുവരി 7 മുതൽ 10 വരെ പട്ടിക്കാട് ജാമിയാനൂരിയുടെ സമ്മേളനം നടക്കുകയാണ്. എല്ലാവരും അവിടെ എത്തണം. 7-ാം തീയതി മജ്‌ലിസിനോട് 10-ാം തീയതി സമാപന സമ്മേളനവും എത്താൻ തന്നെ കരിയൊരു ഭാഗ്യമാ. മലപ്പുറം ജില്ലയിൽ വാഹനാപകടത്തിൽ 12 പേര് മരിച്ചു എന്ന വാക്കറിഞ്ഞ് പട്ടിക്കാട് ജാമിയാനൂരിൽ ബുഖാരിയുടെ ബൃഹത്തെടുക്കുകയാണ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്. വാട്ടം വന്നിട്ട് കാളമ്പാടി ഉസ്താദ് ബുഖാരി എടുത്തുകൊണ്ടിരിക്കവേ പറഞ്ഞു, ഉസ്താദ് മലപ്പുറത്ത് വാഹനാപകടം 12 പേര് മരിച്ചു. മഹാനവറുകളെ പറഞ്ഞു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് ബുഖാരി എടുക്കാനെടുക്കവേ ചരിത്രത്തിന് സമാനമായ സംഭവം ഉണ്ടോ എനിക്കറിയില്ല. എനിക്ക് പറഞ്ഞത് ഉസ്താദ് എന്ത് പറയണമെന്നറിയാതെ വിതുമ്പുന്ന ചിന്തകളോട് വാഹകനായനത്തിൽ ചിതറിത്തിരിച്ച് മരിച്ചുപോയ 12 പേരില് 2 പേര് ഉസ്താദിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളാ. 2 പെൺമക്കളാണ് ഒരു അപകടത്തിൽ മരിച്ചുപോയത്. അതിന് 2 പേര് ഉസ്താദിന്റെ പെൺമക്കളാ. ഇത് കേൾക്കേണ്ടത് ആവശ്യം സഹിക്കാൻ കഴിയിരിക്കും നിങ്ങൾക്കുമൊക്കെ. മഹാനായ കാളമ്പാടി ഉസ്താദ് വീണ്ടും ഇസ്തിഗ്ഫാറുചൊല്ലി എന്റെ റബ്ബ് എനിക്ക് തന്നെ എന്റെ റബ്ബ് തന്നെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് ബുഖാരിയുടെ കിതാബടച്ചില്ല. ഏത് പ്രതിസന്ധി ഉണ്ടായാലും എവിടെ എത്തിയാലും ബുഖാരി മുടങ്ങാനെടുക്കുന്നതാണ് കറാമത്തെങ്കിൽ ആ കറാമത്ത് ഞാൻ ഏറ്റവും കണ്ടത് 2 പെൺമക്കളും മരിച്ചു എന്നുള്ള വാർത്തറിഞ്ഞിട്ടും ജാമിയാനൂരിയുടെ പൈസമാരുടെ മുമ്പിൽ ബുഖാരിയുടെ കിതാബടക്കാര് വീണ്ടും ബുഖാരിയുടെ ദർശനത്തെ ഹദ്ദസിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയുടെ ദർശനത്ത് കൊടുത്ത 2 പെൺമക്കളും മരിച്ചു എന്നുള്ള വാർത്തറിഞ്ഞിട്ടും മുത്തറസൂലിന്റെ വാക്കടനക്ക് തടസ്സമില്ലാതെ ബുഖാരിയുടെ ദർശനത്ത് കൊടുത്ത് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് എത്തുമ്പോ കാളമ്പാടിയുടെ ഓടുവേന് കൊച്ചു വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് ആദ്യത്തെ പൊന്നുമോനുടെ മയ്യത്ത് കൊണ്ടുവരികയാ. കാളമ്പാടി ഉസ്താദ് ഉമ്മറത്തിൽ ചാടിയിരിക്കവേ കാളമ്പാടി ഉസ്താദ് 2 പുഷ്പങ്ങൾ പൊടിഞ്ഞു പോയ ആ പ്രിയപ്പെട്ട തണ്ടിനെ ഒന്ന് താങ്ങിലെത്താൻ സമാശ്വാസത്തിന്റെ വചനം കൊടുക്കാൻ 10,000 കാളമ്പാടിയിലേക്ക് ഓടിയെത്തുമ്പോ കാളമ്പാടി ഉസ്താദിനെ സമാശ്വാസത്തിന്റെ കുളിച്ചെന്നിൽ കിടക്കാൻ അവിടെ കോടി വന്ന് പാണക്കാട് ഭൂമരത്തണൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഊരല്ലാതെ മറുക്കട മാനവകൾ കടന്നു വന്നിരിക്കുന്ന കാളമ്പാടി ഉസ്താദിന്റെ തോളിലേക്ക് തന്റെ വികാരത്തിന്റെ പാരമ്പര്യത്തിന്റെ പരിമളമുള്ള കൈ ചേർത്ത് വെച്ചിട്ട് മാനവകളെ സാന്ത്വനിപ്പിക്കാനൊരുങ്ങവേ കാളമ്പാടി ഉസ്താദ് തങ്ങളോട് പറഞ്ഞവത്രേ ഒരാളുടെ മയ്യത്തെ വന്നിട്ടുള്ളൂ, 2ാമത്തെ മയ്യത്ത് വരുന്നതേ ഉള്ളൂ, അവനും കൂടി വന്നോട്ടെ. എന്നിട്ട് 2 പേരും ഒരുമിച്ചിട്ട് തന്നെ യാത്ര പൊക്കോട്ടെ. ഒരേ മുറ്റത്ത് ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ അവര് 2 പേരും തിരിച്ച് യാത്ര പോകുമ്പോൾ 2 പേരും ഒരുമിച്ച് പോകട്ടെ എന്ന് ചുണ്ടു പിതറാറ് ഹൃദയമൊന്ന് തളരാറ് ബഹുമാനപ്പെട്ട പാണക്കാട് ഭൂമരത്തോട് പുറത്തു കൊടുക്കുമ്പോ ഇത് കേട്ടായിരങ്ങൾ പൊട്ടിക്കരയുമ്പോ 2ാമത്തെ മയ്യത്തും വരട്ടെ തങ്ങളെ. എന്നിട്ട് 2 പേരും ഒന്നിച്ചു വളർന്ന കളിമുറ്റത്തിൽ നിന്ന് ഇറങ്ങി പോവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിതൊക്കെ പറയുമ്പോൾ ഓർക്കുകയാ അള്ളാന്റെ റസൂല് പറഞ്ഞില്ല ഉലമാ ഉമ്മത്തി കാംബിയായി ബനീ ഇസ്രായീൽ. എന്റെ സമുദായത്തിന്റെ ഉലമാക്കൾ ബനൂ ഇസ്രായേലിന്റെ നബിമാരെ പോലെയോ. ബനൂ ഇസ്രായേലിന്റെ ഈ ഹദീസ് അതേപടി ലോകത്ത് പറഞ്ഞു കൊടുത്തത് മഹാനായ കാളമ്പാടി ഉസ്താദാ. ഇസ്രായേലിന്റെ പ്രവാചകൻ ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയോ. 2 മക്കളെ നഷ്ടപ്പെടുമ്പോ യൂസുഫും ബിന്യാമീനും നഷ്ടപ്പെട്ടെന്നറിഞ്ഞപ്പോ യാക്കൂബ് നബി പറഞ്ഞ വാക്ക് ഖുർആൻ പറയുന്നില്ലേ, ഇന്നമാ അശ്കൂ ബസീ വഹ്ദീ ഇലല്ലാഹ്.
എന്റെ സർവ്വ ദുഃഖങ്ങളും ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിക്കുകയോ. യാക്കൂബ് നബി പറഞ്ഞ വാക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്റെ മക്കളുടെ മയ്യത്തിന് മുമ്പിൽ വെച്ച് പതറാതെ പറഞ്ഞ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ബസ്സിറങ്ങിയിട്ട് പട്ടിക്കാട് ജാമ്യാനൂരിലേക്ക് നടന്നുപോയ ബഹുമാനപ്പെട്ട സമസ്തകളുടെ സുന്നീയത്തുകളുടെ പണ്ഡിതപടു ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ നൂറല്ലാഹു മർക്കദ. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എങ്ങനെയാ? നമ്മുടെയൊക്കെ മക്കൾ നഷ്ടപ്പെട്ടു പോയാ, നമ്മുടെ ഭാര്യ നഷ്ടപ്പെട്ടു പോയാ, നമ്മുടെ ജീവിതത്തിന് തടസ്സങ്ങൾ ഉണ്ടായ, നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടായാൽ ചുറ്റുമൊന്ന് കടം ബാധിച്ചാൽ ആ സമയത്ത് പോലും പൊട്ടിക്കരയുന്ന നമ്മൾക്ക് വിശ്വാസി എങ്ങനെയല്ല, വിശ്വാസിക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഏതെന്നറിയോ? ആ പരീക്ഷയേരെന്നറിയോ? ഈ ദുനിയാവിലേത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും അല്ല, ഏത് തെറ്റുകൾ ചെയ്തിട്ട് പണച്ചറപ്പിലേക്ക് അടുത്തു പോയാലും നാളെ പരലോകത്തെ ഏറ്റവും സുന്ദരമായൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയേതെന്നറിയോ? പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു പറയാ ചില ആളുകൾ വരുന്നതും കാത്ത് സ്വർഗം കാത്തു നിൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ